Hi friends, welcome back to my YouTube channel Trade Helper. So ഞാൻ ഇന്ന് എന്തായാലും സ്റ്റോക്കൊന്നും ഇട്ടില്ല. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. സോ നാളത്തേക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് ഞാനിവിടെ പറയുന്നുണ്ട്. അതിൻ്റെ പേര് കൊഹിനൂർ ഫുഡ്സ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 48 രൂപ 40 പൈസയിൽ നിൽക്കുവാണ്. സോ അത് നമുക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം ഓരോ വീഡിയോ ചിലർ പുതുതായിട്ട് കാണുമ്പോൾ അവർക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ വാങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ സെറോദ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മളിത് വാങ്ങുന്നത്. നമുക്ക് സെറോദ പ്ലാറ്റ്ഫോം നമുക്കതിലെങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചാൽ നമുക്കത് ആദ്യം ഒരു അക്കൗണ്ട് തുടങ്ങണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാം. ആദ്യമായിട്ടുള്ളവർ അതിൽ നോക്കി നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇത് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നമ്മളിത് വാങ്ങണം. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ് നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് വൈകുന്നേരം 3:30-ക്ക് ശേഷം മാർക്കറ്റ് തീർന്ന് 3:30-ക്ക് ശേഷം 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ നമുക്കിത് വാങ്ങിച്ചിടാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ലിമിറ്റ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു അപ്പർ സർക്യൂട്ട് സ്റ്റോക്കുകളായതുകൊണ്ട് ഒന്നേ ദിവസം നമുക്ക് പിന്നെ വാങ്ങാൻ പറ്റത്തില്ല. സോ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. സോ ഈ ലിമിറ്റ് പ്രൈസ് നമ്മളവിടെ വെച്ചിട്ട് വേണം നമുക്ക് വാങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈസ് വെച്ചാൽ പിറ്റേ ദിവസം അത് എക്സിക്യൂട്ടായി നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഓർഡർ ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് AMO ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കാശൊക്കെ ഇട്ട് നമുക്ക് ആദ്യം അതിനൊന്ന് നിങ്ങളുടെ കയ്യിൽ അത് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. കാരണം ട്രേഡ് എന്ന് പറയുമ്പോൾ ലാഭം മാത്രമല്ല അതിൽ ലോസും വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളത് ശ്രമിക്കാൻ അതങ്ങനെ ഒരു കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് എപ്പോഴും. അപ്പോൾ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് കുറച്ച് ദിവസം നമ്മളതുമായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെ പോവും വരും എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർ ആദ്യം വലിയ എമൗണ്ടുകളൊന്നും നമ്മളതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകരുത്. നന്നായിട്ട് അറിയാമെന്നുള്ളവർ സ്റ്റോക്ക് കിട്ടിയാൽ അവർ ബാക്കി നോക്കി ചെയ്യുമെന്നുള്ളവർക്ക് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ രീതിക്ക് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് സെറോദ അക്കൗണ്ട് വഴി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും എന്ന് വാങ്ങാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എല്ലാ വീഡിയോയിലും ഒപ്പം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത്. അതായത് സ്റ്റോക്കുകൾക്ക് ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ചെയ്യുന്നുണ്ട്. അറിയാത്തവർ അത് നോക്കി വാങ്ങിക്കുക. പിന്നെ പിറ്റേ ദിവസത്തെ റിവ്യൂവും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ ധൈര്യമായി വാങ്ങുക, ട്രൈ ചെയ്യുക. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.